ഇവിടെ അഭിമാനത്തോടെ എന്റെയും നിങ്ങളുടെയും മനസ്സിലൊരു വിചാരം വരണം. വേറെ ഏതൊരു മതത്തിന്റെ ആചാര്യനെയാണ് ഇങ്ങനെ ചർച്ച ചെയ്യാൻ ഒരു അധ്യായമുള്ളത്? ഈ സ്നേഹപ്രപഞ്ചത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യം പറഞ്ഞു. ഏതു മതത്തിന്റെ, ഏതു പ്രസ്ഥാനത്തിന്റെ, ഏതു വിശ്വാസത്തിന്റെ ആചാര്യന്റെയാണ് കണ്ണെങ്ങനെ, മൂക്കെങ്ങനെ, നാവെങ്ങനെ, ഇരിപ്പെങ്ങനെ, കിടപ്പെങ്ങനെ, നടപ്പെങ്ങനെ, ചലനമെങ്ങനെ, നിശ്ചലനമെങ്ങനെ, മൗനമെങ്ങനെ, ആംഗ്യമെങ്ങനെ, ഉറക്കെങ്ങനെ, വസ്ത്രമെങ്ങനെ, ഇങ്ങനെയെല്ലാം ജീവിതത്തിന്റെ നടപടികളെയും ശരീരത്തിന്റെ അവസ്ഥയും പറഞ്ഞ് അവതരിപ്പിക്കാൻ ഒരു പരമ്പര പറയാനുള്ള നേതാവ് ലോകത്തൊരു മതത്തിനുമില്ല, ലോകത്തൊരു നേതാവുമില്ല. നമ്മുടെ നേതാവിന് മാത്രമുള്ളതാണ് സൗന്ദര്യം പറയാൻ പറ്റുന്നൊരു നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതു നേതാവാണ് കേട്ടുറങ്ങിയ താരാട്ട് പാട്ട് ഏതാണെന്ന് ചരിത്രത്തോട് ചോദിക്കാൻ പറ്റുന്ന നേതാവ്? നമ്മുടെ നേതാവ് ആരെന്നറിയുമോ? എവിടെയാണ് ജനിച്ചത്? മക്കയിലാണ്. എന്തേ മക്കയെ തിരഞ്ഞെടുത്തത്? കിഴക്കാണെങ്കിൽ പടിഞ്ഞാറുകാർക്ക് പരാതി വരും, പടിഞ്ഞാറാണെങ്കിൽ കിഴക്കുള്ളവർക്ക് പരാതി വരും, തെക്കാണെങ്കിൽ വടക്കുള്ളവർക്ക്, വടക്കാണെങ്കിൽ തെക്കുള്ളവർക്ക്. പക്ഷേ നമ്മുടെ നബിതങ്ങളെ ജനിപ്പിക്കാൻ തിരഞ്ഞെടുത്ത സ്ഥലമേതാണ്? വത്തീനി വസ്സൈതൂനി വതൂരി സീനീൻ വഹാദൽ ബലദിൽ അമീൻ. ബലദുൽ അമീനായി തിരഞ്ഞെടുത്തത് മക്കയാണ്. അത് ലോകത്ത് ഭൂപടത്തിൽ നോക്കിയാൽ കേന്ദ്രമാണ്, ഒത്ത നടുവിലാണ്. അല്ലാഹു തആല മുത്തുനബി തങ്ങൾക്ക് ജന്മം നൽകാൻ തിരഞ്ഞെടുത്ത നാട് ഉമ്മുൽ ഖുറാ, ഗ്രാമങ്ങളുടെ മാതാവായ മക്കയാണ്. ആ മക്കയിൽ ഉദിച്ച നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം വളർന്നതെവിടെയാണ്? അവിടെ നിന്ന് 85 കിലോമീറ്റർ ദൂരമുള്ള ത്വായിഫിലേക്ക് പോകുന്ന വഴിയിൽ ബനൂ സഅദ് ഗോത്രത്തിലെ കുലീനയും സുന്ദരിയുമായ, സുശീലയും മഹത്വങ്ങളുടെ ഉടമയുമായ ഹലീമ എന്ന മഹദിയുടെ മടിത്തട്ടിലാണ് വളരുന്നത്. വളരുക മാത്രമല്ല, ആ നാടിന് മുഴുവനും അനുഗ്രഹം ചൊരിയുകയാണ്. അന്നു തന്നെ ഹബീബായ തങ്ങൾ ഹലീമ റളിയല്ലാഹു അൻഹയുടെ വലത്തെ മാറിൽ നിന്ന് മാത്രമാണ് പാല് കുടിച്ചത്, ഇടത്തെ മാറിൽ നിന്ന് പാല് കുടിച്ചില്ല. കാരണം ഹലീമ ബീവിക്കൊരു മകനുണ്ട്. ആ മകന്റെ അവകാശം നിഷേധിച്ചുകൂടാ. കൈത്തണ്ട മുതൽ നീതി പാലിച്ച നേതാവാണ് എന്റെയും നിങ്ങളുടെയും നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ഒരു നേതാവിന്റെ ബാല്യം, ശൈശവം, കൗമാരം, ഇതെല്ലാം ഇന്ന് എത്ര വ്യക്തമായിട്ട് പറയാനാണ് ഗ്രന്ഥങ്ങളുള്ളത്. അതുപോലെ ആ തങ്ങൾ പറഞ്ഞത് പുലർന്നു എന്ന് നാടും വീടും ആളും ദേശവും കൃത്യമായി പറയാൻ പറ്റുന്നത് പോലെ ലോകത്തൊരു മതത്തിന്റെ നേതാവിനെയും പറയാനില്ല, ഒരാചാര്യനെയും പറയാനില്ല, ഒരു മതാധ്യക്ഷനെയും പറയാനില്ല. നമ്മൾ ഏറെ സ്വലാത്ത് ചൊല്ലേണ്ട സമയമാണ്, സ്നേഹം പറയേണ്ട സമയമാണ്. അല്ലാഹു തആല നമ്മുടെ ഈമാൻ വർദ്ധിപ്പിച്ചു തരട്ടെ. മഹാന്മാരായ സ്വഹാബി മക്കള് പാടിയതുപോലെ വഫീനാ നബിയുൻ യഅലമു മാ ഫീ ഗദി, ഞങ്ങളിലുണ്ടൊരു നബി നാളെ ചൊല്ലുൻ നബി. നാളെ എന്താണ് വരിക എന്ന് പറഞ്ഞു തരുന്ന നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇൻഷാ അല്ലാഹ് നാളെയും മറ്റന്നാളും നമുക്ക് പറയാനുള്ളത് ഹബീബായ തങ്ങൾ പറഞ്ഞു, അന്ന് പുലർന്നു, തങ്ങൾ പറഞ്ഞു, സ്വഹാബത്ത് അറിഞ്ഞു, തങ്ങൾ പറഞ്ഞു, താബിഉകൾ അറിഞ്ഞു,
തങ്ങൾ പറഞ്ഞു, പിൻഗാമികൾ അറിഞ്ഞു. ഇത്തരം അധ്യായങ്ങളിലേക്ക് നമ്മൾ കൂടുതൽ കടക്കുകയാണ്. പക്ഷേ വിശാലമാണ്. എത്രയോ ആളുകളോട് തങ്ങൾ പറഞ്ഞു അവരുടെ മരണത്തെ കുറിച്ച്. അത് കൃത്യമായി സംഭവിക്കുകയാണ്. ചിലർ ശുഹദാക്കളാണെന്ന് അത് കാലം തെളിയിക്കുകയാണ്. ചിലർ ശുഹദാക്കളാവില്ലെന്ന് അത് കാലം അറിയിക്കുകയാണ്. തങ്ങളുടെ പ്രവചനത്തിൽ പേർഷ്യയുണ്ട്, സാർ ചക്രവർത്തിമാരുടെ അധികാര പീഠമുണ്ട്, റോമിന്റെ അധികാര കേന്ദ്രങ്ങളുണ്ട്, ലോകത്തിന്റെ ശാസ്ത്രീയ കണ്ടെത്തലുകളുണ്ട്, ആനുകാലിക കോർപ്പറേറ്റ് കമ്പോളം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ഡിജിറ്റൽ വിപ്ലവത്തെ കുറിച്ച് പറയുന്നുണ്ട്. എല്ലാം ഇന്നലെ പറഞ്ഞു വെച്ച നായകരാണ്. റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് ഞാൻ ഇന്ന് വീണ്ടും ആ അധ്യായത്തിലേക്ക് കടന്നാൽ നിങ്ങൾക്ക് ഒരുപാട് സമയമായി പോകും. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവചനങ്ങളുടെ ലോകം ഇനിയും ഏറെ പറയാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ ഇരുന്നുകൊണ്ട് ലോകത്തെ മുഴുവനും വീക്ഷിക്കുകയാണ്. ലോകത്തിന്റെ ചലനങ്ങൾ മുഴുവനും പറയുന്നു. കൊട്ടാരത്തിലെ രാജാക്കന്മാരുടെ ഇരിപ്പിടങ്ങൾ, അവരുടെ ഇടപാടുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയച്ച ദൂതന്മാരുടെ ഇടപെടലുകൾ എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ ആ ഹബീബായ തങ്ങളിലേക്ക് ഈമാൻ വർദ്ധിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതെല്ലാം ആവർത്തിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം ഓരോ മജ്ലിസ് കഴിയുമ്പോഴും മഹബ്ബത്തും അവിടുത്തെ ഈമാനും അല്ലാഹു നമ്മുടെ ഖൽബിൽ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ബിനൂരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ഈ സ്നേഹപ്രപഞ്ചം ഓരോ ദിവസവും നമ്മുടെ വിഷയാവതരണത്തിന്റെ സമാപനത്തിൽ മുത്തുനബി തങ്ങളോട് നമ്മളൊന്ന് ചേരണം. ബഹുമാനപ്പെട്ട അബുൽ ഖാസിം സമർഖന്ദി റളിയല്ലാഹു അൻഹു പറയുകയാണ്, വറവാഹു അൻഹു ഇബ്നുൽ ജൗസി എന്നവർ റിപ്പോർട്ട് ചെയ്യുകയാണ്. അബുൽ ഖാസിം സമർഖന്ദി റളിയല്ലാഹു അൻഹു എന്ന ഇസ്മായിൽ ഇബ്നു അഹ്മദ് സമർഖന്ദി റളിയല്ലാഹു അൻഹു വലിയ മഹാനായ മുഹദ്ദിസാണ്. സമർഖന്ത് തന്നെ പണ്ഡിതന്മാരുടെ നാടാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു വിശ്രമിക്കുന്നത് സമർഖന്ദിലാണ്. മഹാനായ അബുൽ ഖാസിം സമർഖന്ദി റളിയല്ലാഹു അൻഹു പറയുകയാണ്, റഅയ്തുൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഞാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടു. മുഅ്മിനീങ്ങളെ, ഒരല്പസമയം എഴുന്നേറ്റ് നിന്നാൽ നമുക്ക് ഈ മഹാന്മാരെ പറഞ്ഞൊന്ന് ദുആ ചെയ്യാമല്ലോ. റഅയ്തുൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിന്നൗമി, ഞാൻ ഹബീബായ തങ്ങളെ കിനാവിൽ കണ്ടു. കഅന്നഹു മരീർ, അവിടുന്ന് രോഗിയായതുപോലെ. വഖദ മദ്ദ റിജ്ലഹു, അവിടുത്തെ കാലിങ്ങനെ നീട്ടിവെച്ചിരിക്കുകയാണ്. ഫദഖൽതു, അവിടുന്ന് ക്ഷീണിച്ച് കാലു നീട്ടിക്കിടക്കുന്നിടത്തേക്ക് ഞാൻ ചെന്നു. ഫദഖൽതു ഫജഅൽതു ഖബ്ബിലു റിജ്ലൈ, ഞാൻ അവിടുത്തെ കാലിന് മുത്തം കൊടുക്കുകയാണ്. ഞാൻ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ക്ഷീണത്തോടെ നീട്ടിവെച്ചിരിക്കുന്ന പാദങ്ങൾക്ക് മുത്തം കൊടുത്ത് എന്റെ മുഖമിങ്ങനെ ഹബീബായ തങ്ങളുടെ കാലിലൂടെ നടത്തുകയാണ്. വജ്ഹി അലൈഹിമാ, ഞാൻ കണ്ട സ്വപ്നം വേറൊന്നുമല്ല, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ക്ഷീണിച്ചവിടുത്തെ കാലിങ്ങനെ നീട്ടിവെച്ചിരിക്കുമ്പോ ഞാൻ ആ കാലിന്മേൽ മുത്തം കൊടുത്ത് എന്റെ മുഖം കൊണ്ടിങ്ങനെ ചുംബിച്ച് കാലിലിങ്ങനെ ചുംബിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഫഹകൈതു ഹാദൽ മനാമ, ഞാൻ എന്റെ ഈ കിനാവിനെ പറഞ്ഞു. ലി അബീ ബക്കർ ഇബ്നുൽ ഖാദിബ,
അന്ന് ജീവിച്ചിരുന്ന വലിയ പണ്ഡിതനായ അബൂബക്കർ ഇബ്നുൽ ഖാദിബ എന്നവരോട് ഞാൻ ഈ സ്വപ്നം പറഞ്ഞപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, അബ്ശിർ യാ അബൽ ഖാസിം, ഓ അബുൽ ഖാസിമേ, നിങ്ങൾ സന്തോഷമറിഞ്ഞോ, ബിത്തൂലിൽ ബഖാ, നിങ്ങൾക്ക് ആയുസ് ഏറെയുണ്ടാകും എന്നതിന്റെ സൂചനയാണ് ഈ സ്വപ്നം. വബിന്തിശാരി റിവായത്തി അൻക ലിഅഹാദീസി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നിങ്ങളിലൂടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് ലോകത്ത് പ്രചരിക്കും. ഫഇന്ന തഖ്ബീല റിജ്ലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലുകളെ നിങ്ങൾ ചുംബിക്കുന്നത് കണ്ടില്ലേ, അത് ഇത്തിബാഉ അസരിഹി, അവിടുത്തെ നിവേദനങ്ങളെയും ചര്യകളെയും പിൻപറ്റുന്നതിലേക്കുള്ള സൂചനയാണ്. വഅമ്മാ മറദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ക്ഷീണം, രോഗം, ഫവഹ്നുൻ യഹ്ദുസു ഫിൽ ഇസ്ലാം, അത് ഇസ്ലാമിന് വന്നുകൊണ്ടിരിക്കുന്ന ക്ഷീണത്തിന്റെയും പ്രശ്നങ്ങളുടെയും സൂചനയാണ്. ഇസ്ലാമിക ലോകം വളരെ ക്ഷീണിച്ചുകൊണ്ടിരിക്കുന്നു എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകളെ ഹയാത്താക്കണമെന്നും നിങ്ങൾ ആ സുന്നത്ത് പ്രചരിപ്പിക്കുന്ന ആളാണെന്നും നിങ്ങൾക്ക് ദീർഘായുസ്സുണ്ടെന്നുമാണ് ഈ കിനാവിന്റെ പൊരുളെന്ന് ബഹുമാനപ്പെട്ട അബൂബക്കർ ഇബ്നുൽ ഖാദിബ റളിയല്ലാഹു അൻഹു എന്ന മഹാൻ, അവിടുന്ന് അബുൽ ഖാസിം എന്ന മഹാനവറുകളുടെ സ്വപ്നമങ്ങ് വിശദീകരിക്കുമ്പോൾ ഫമാ അതാ അലാ ഹാദാ, എനിക്ക് ഈ സ്വപ്നം കണ്ടിട്ട് ഏറെ വൈകുന്നതിന് മുമ്പ്, ഞാൻ ഈ സ്വപ്നം കണ്ട് ഏറെ കഴിയുന്നതിന് മുമ്പ്, വസലൽ ഖബറു, വാർത്ത അറിയാൻ കഴിഞ്ഞു, അന്നൽ ഇഫ്റഞ്ച ഇസ്തൗലത്ത് അലാ ബൈത്തുൽ മുഖദ്ദസ്, ബൈത്തുൽ മുഖദ്ദസിനെ ഫ്രഞ്ചുകാർ കീഴടക്കി എന്ന് കേൾക്കാൻ കഴിഞ്ഞു. മുസ്ലിം ലോകത്തിന് ക്ഷീണമുണ്ടെന്നും അത് പരിഹരിക്കാനുള്ള മാർഗം നബിതങ്ങളുടെ ചര്യ പിൻപറ്റലാണെന്നും അതിലൂടെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതെന്നും മഹാന്മാരെല്ലാം നമുക്ക് പറഞ്ഞു തരികയാണ്. ഇബ്നുൽ ജൗസി റിപ്പോർട്ട് ചെയ്ത സംഭവമാണ് ഞാൻ വായിച്ചത്. എനിക്കും നിങ്ങൾക്കും അറിയാനുള്ളത് ലോകത്തിന്റെ എല്ലാ നടപടികളും അറിഞ്ഞുകൊണ്ട് വേണ്ട സമയത്ത് വേണ്ടവർക്ക് വിവരം നൽകിക്കൊണ്ട് റൗളയുടെ താഴെ പച്ചക്കുപ്പയുടെ കീഴേ ലോകത്തെ മുഴുവനും കണ്ടുകൊണ്ട് കിടക്കുന്ന നേതാവാണ് എന്റെയും നിങ്ങളുടെയും നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. നമ്മളെ അവിടുന്ന് കാണുന്നുണ്ട്, നമ്മെ അവിടുന്ന് അറിയുന്നുണ്ട്, നമ്മുടെ നടപടികൾ വെളിവാക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നല്ല തഖ്വയോടെ ജീവിക്കണമെന്നും അതിലെല്ലാം ഉപരിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനകൾ അനുസരിക്കണമെന്നും ഈ സ്നേഹപ്രപഞ്ചത്തിന്റെ ഒരു പ്രതിഫലമായി അല്ലാഹ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു തവണയല്ല ഹറമിൽ മാത്രമല്ല, ഹില്ലിൽ മാത്രമല്ല, ഹില്ലിലും ഹറമിലും വെച്ച് ഒരുപാട് തവണ ഞങ്ങൾക്ക് ഞങ്ങളുടെ നേതാവായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് കാണിച്ചു തന്നിട്ട് അവിടുത്തെ മുഖം ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തന്ന് നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തെ ഓടിച്ചെല്ലാൻ
പറ്റുന്ന നിലക്കൊരു മഹബത്ത് ഞങ്ങളുടെ ഖൽബിൽ നൽകണേ അല്ലാഹ്. അവിടുത്തെ മുഖം ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരണേ അല്ലാഹ്. ഹബീബായ തങ്ങളെ ഒരുപാട് തവണ കാണാൻ ഞങ്ങൾക്ക് നീ വിധി കൂട്ടിത്തരണം അല്ലാഹ്. ഉമ്മമാരെ, പെങ്ങന്മാരെ, ചിട്ടയോടെ ജീവിച്ച് തഖ്വയോടെ ഈ ചെറിയൊരു ജീവിതം നയിച്ചോളൂ. ചെറുപ്പക്കാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചര്യകളെ പരമാവധി ജീവിതത്തിൽ കൊണ്ടുവന്ന് ഏറെ സ്വലാത്തു ചൊല്ലിയിട്ട് ഇസ്ലാമിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചോ. എത്ര ആളുകളാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് സന്തോഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ റബീഉൽ അവ്വൽ 12-ന് അബൂദാബിയിലെ വലിയ മൗലിദ് മജ്ലിസിൽ അവിടുത്തെ ആയിരക്കണക്കിന് മലയാളികൾ പങ്കെടുക്കുന്ന മീലാദ് പ്രഭാഷണത്തിൽ പങ്കെടുക്കാനെത്തിയിട്ട് അവിടെ നിന്ന് പ്രോഗ്രാം കഴിഞ്ഞിറങ്ങുമ്പോൾ അല്ലാഹ്, എത്ര ചെറുപ്പക്കാരാണ് ആയിരക്കണക്കിന് സ്വലാത്ത് ചൊല്ലുന്നവർ. അതിൽ അതാ ചില ചെറുപ്പക്കാര് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ കൊതിവെച്ച് ദുആ ചെയ്യാൻ പറയുന്നു. അതിലതാ ചില ചെറുപ്പക്കാരുണ്ട്. എത്ര മലിനമായൊരു ലോകമാണ് ഈ ലോകമെങ്കിലും അതിനിടയിൽ നല്ല പ്രസന്നമുഖരായ ചില ചെറുപ്പക്കാരുണ്ട്. അതിൽ 1-2 പേരെന്നോട് വന്ന് പറയുന്നു, പിറ്റേന്നെനിക്ക് ഉച്ചയ്ക്ക് അജ്മാനിൽ ആയിരുന്നു വഅളുണ്ടായിരുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ ആ വേദിയിൽ വെച്ച് എന്റെ മുഅ്മിനീങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പലതവണ കണ്ട സന്തോഷം മനസ്സിൽ വെച്ച് പൊട്ടിയൊലിക്കുന്ന കണ്ണോടെ സന്തോഷം പങ്കുവെച്ച് എന്റെ ജീവിതം ഹറാമുകളിൽ നിന്നെല്ലാം വിട്ടു നിൽക്കാനും എനിക്കെന്റെ ഹബീബിനെ ഏറെ കാണാനും മദീനത്തോട് ചേർന്ന് നിൽക്കാനും തൗഫീഖ് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് മുത്തുനബി തങ്ങളെ കണ്ട സന്തോഷം പറഞ്ഞ് ചെറുപ്പക്കാർ ജീവിച്ചിരിക്കുന്നവരായതുകൊണ്ട് ഞാൻ വിലാസം പറഞ്ഞ് തെളിവാക്കാനില്ല. പക്ഷേ ഇക്കാലത്തും നമുക്ക് മുത്തുനബി തങ്ങളെ അനുഭവിക്കുന്നവരുണ്ട്, ഹബീബിലേക്ക് ചേർന്നവരുണ്ട്, സ്വലാത്ത് കോടിക്കണക്കിന് ചെല്ലുന്നവരുണ്ട്. ഞാൻ ഇങ്ങോട്ട് വഅലിന് കേറുന്നതിന് മുമ്പ് വിദേശ രാജ്യത്തു നിന്ന് വിളിച്ചിട്ട് എന്നോട് കോടി സ്വലാത്ത് ചൊല്ലിയിട്ട് ദുആ ചെയ്യുന്നതിൽ ഞങ്ങളെ പങ്കാളികളാക്കണമെന്ന് പറഞ്ഞവരുണ്ട്. അതിൽ സാദാത്തുക്കളുണ്ട്, സാധാരണക്കാരുണ്ട്. സ്വലാത്ത് ഏറെ ചെല്ലുന്ന ഉമ്മമാരുണ്ട്, പെങ്ങന്മാരുണ്ട്. അല്ലാഹ്, ഈ മജ്ലിസിൽ ഒരു വിവരം പറയാൻ ഞാൻ ആലിമല്ല, വലിയ ആലിമീങ്ങൾ ഇവിടെയുണ്ട്. ഇതൊരു മൗലിദിന്റെ ചെറിയ സദസ്സാണ്. അത് വായിക്കുന്നത് ഈ ഒരു ചെറിയ മുത്തഅല്ലിമാണ്. പക്ഷേ ഇത് മദീനത്ത് ഞങ്ങളുടെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ മദീനത്തിന്റെ ഉമ്മരത്ത് വെക്കാനുള്ളൊരു ചെറിയ ഹദിയയാണ്. ഞങ്ങളെ സ്വീകരിക്കണം അല്ലാഹ്. ഒരുപാട് തവണ ഹബീബായ തങ്ങളെ കാണാൻ ആ കണ്ട സന്തോഷത്തോടെ ഖൽബ് മുനവ്വറാകാൻ അവസാനം അവിടുത്തെ ചിരിക്കുന്ന മുഖം കണ്ട് നിന്റെ ലിഖാഇന് പറ്റുന്നൊരു മരണം സാധുക്കളായ ഞങ്ങൾക്ക് നീ നൽകണം അല്ലാഹ്. നീ നൽകണം അല്ലാഹ്. നീ നൽകണേ അല്ലാഹ്.